ശ്രദ്ധിക്കുക, നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ പറഞ്ഞു. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇൻ ഇലാസ്റ്റിക് കൊളീഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ നമുക്കറിയാം എന്താണ്, മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി ഒരിക്കലും കൺസേർവ്ഡ് ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കൊളീഷൻസ് ഒക്കെ എന്താണ്, ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ കാറും ബസ്സും നമ്മൾ ഇടിച്ചാൽ, അല്ലെങ്കിൽ ക്യാരംസ് ഒക്കെ നമ്മൾ കളിക്കുമ്പോൾ കോയിൻസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്താൽ, ബില്ലിയാർഡ്സ് ബോൾസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്താൽ, അപ്പോൾ ഈ ഡെയിലി ലൈഫിൽ നടക്കുന്ന കൊളീഷനൊക്കെ എന്താണ്, ഇൻ ഇലാസ്റ്റിക് കൊളീഷനാണ്. ദാറ്റ് മീൻസ് ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി ഒരിക്കലും കൺസേർവ്ഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻ എപ്പോഴും നമുക്കറിയാം, ഏത് ടൈപ്പ് കൊളീഷൻ ആണെങ്കിലും നമുക്ക് എഴുതാവുന്ന ഇക്വേഷൻ എന്താണ്, മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ m1u1 + m2u2 = m1v1 + m2v2. ഇത് നമുക്ക് മിക്കവാറും എല്ലാ കൊളീഷനിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇക്വേഷൻ ആണത് അല്ലേ. m1u1 + m2u2 = m1v1 + m2v2. കാരണം ഏത് ടൈപ്പ് കൊളീഷൻ ആണെങ്കിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷേ ഇലാസ്റ്റിക് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മാത്രമേ കൈനറ്റിക് എനർജി ഈക്വൽ ടു ആക്കിയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്തുകൂടി ക്വസ്റ്റ്യൻ പറയണം, ഇലാസ്റ്റിക്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ മൊമെൻറ്റം വെച്ചിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കറിയാം എപ്പോഴും കൈനറ്റിക് എനർജിയിൽ ലോസ് ഉണ്ടാവും. ഏത് കൊളീഷനിൽ, ഇൻ ഇലാസ്റ്റിക് കൊളീഷനിൽ. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ½ m1u1² + ½ m2u2². ഫൈനൽ എന്താണ്, ½ m1v1² + ½ m2v2². എപ്പോഴും ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ഫൈനൽ കൈനറ്റിക് എനർജി ആയിരിക്കും. കാരണം എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ഫൈനൽ കൈനറ്റിക് എനർജി. അപ്പോൾ അതാണ് ഇലാസ്റ്റിക് കൊളീഷൻ. അടുത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ് അല്ലേ. അപ്പോൾ അതൊരു ഇൻഇലാസ്റ്റിക് കൊളീഷൻ തന്നെയാണ്. അതിന് പറഞ്ഞൊരു പേരാണ് പെർഫെക്റ്റ്ലി. പെർഫെക്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തായാലും മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലെ. ഏത് കൊളീഷൻ ആണെങ്കിലും നമുക്ക് എഴുതാവുന്ന ഇക്വേഷൻ എന്താണ്, മൊമെൻറ്റം കൺസേർവ്ഡ്. ക്ലിയർ. പിന്നെ കൈനറ്റിക് എനർജി ഒരിക്കലും കൺസേർവ്ഡ് അല്ല. കൺസേർവ്ഡ് അല്ല. പിന്നെന്താ വ്യത്യാസം, പെർഫെക്റ്റ്ലി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, പിന്നെ കൊളീഷന് ശേഷം രണ്ട് ബോഡീസ് ഉണ്ടാവില്ല. ഈ രണ്ട് ബോഡിയും കൂടി സ്റ്റിക്ക് ചെയ്തിട്ട് ഒറ്റ ബോഡി ആയിട്ട് മൂവ് ചെയ്യും. ഈ ബുള്ളറ്റ് ബ്ലോക്ക് സിസ്റ്റത്തിലൊക്കെ അല്ലേ, ഈ രണ്ട് ബോഡിയും കൂടി സ്റ്റിക്ക് ചെയ്തിട്ട് ഒറ്റ ബോഡി, എന്നിട്ട് അവരൊരു കോമൺ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അപ്പോഴാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം. ഇപ്പോൾ ഇതൊരു ബുള്ളറ്റ് ആണെങ്കിൽ ഇതിന്റെ മാസ് m1, അയാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി u1. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന വെലോസിറ്റി u2, അയാളെ മാസ് m2. പക്ഷെ കൊളീഷന് ശേഷം ഈ ബുള്ളറ്റ് ഇപ്പോൾ ബ്ലോക്കിന്റെ അകത്താണ്. അപ്പോൾ ഒരു മാസം എന്തായി, ഇത് m1ഉം ഇത് m2ഉം രണ്ടും കൂടി ചേർന്ന് m1 + m2 ആയി. ക്ലിയർ. എന്നിട്ട് വരെ ഒരു v എന്ന് പറഞ്ഞ കോമൺ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അതിന് നമ്മൾ എന്തെന്ന് പറയാ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ അല്ലേ. അപ്പോൾ ഈ ബുള്ളറ്റിന്റെ മാസ് m1, ഇത് മൂവ് ചെയ്യുന്ന സ്പീഡ് u1. ബ്ലോക്കിന്റെ മാസ് m2, മൂവ് ചെയ്യുന്ന സ്പീഡ് u2 അല്ലേ. ഇടിച്ച് കൊളീഷന് ശേഷം ഇയാൾ ഇതിന്റെ അകത്തു പോകും, രണ്ടാളും കൂടി ഒറ്റ സിസ്റ്റമായി മാറും. എന്നിട്ട് കോമൺ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ആ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, m1u1 + m2u2 / m1 + m2. ജസ്റ്റ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ബിഫോർ മൊമെന്റം ഇക്വേഷൻ എഴുതാം, കാരണം മൊമെന്റം കൺസേർവ്ഡ് ആണ്. മൊമെന്റം കൺസേർവ്ഡ് ആയതുകൊണ്ട് ബിഫോർ മൊമെന്റം ഇക്വേഷൻ എഴുതാം, ആഫ്റ്റർ മൊമെന്റം ഇക്വേഷൻ എഴുതാം. സോൾവ് ചെയ്താൽ കോമൺ വെലോസിറ്റി കിട്ടും, m1 + m2, m1u1 + m2u2 / m1 + m2. ക്ലിയർ. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ ലോസ് നടക്കുന്നത് ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയിൽ മാക്സിമം ലോസ്, എന്തായാലും കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, മാക്സിമം ലോസ് നടക്കുന്ന കൊളീഷൻ ചോദിച്ചാൽ ആരാണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനാണ് മാക്സിമം എനർജി ലോസ് നടക്കുക. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ΔKE. ഇതാണ് ലോസ് ഇൻ കൈനറ്റിക് എനർജി. ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്തോളൂ. ഈ ഫോർമുല പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനർജി ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്, ½ m1 m2 / m1 + m2 u1 - u2². അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ലോസ് നടക്കല് കൈനറ്റിക് എനർജിയിൽ. ഇതാണ് ആ ലോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കൈനറ്റിക് എനർജിയിലെ ലോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ½ m1 m2 / m1 + m2. പിന്നെന്താണ്, u1 - u2². അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കൈനറ്റിക് എനർജിയിലെ ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ. പിന്നെ ഇവിടെ വരുന്ന ഒരു ടേമാണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ E. ആ വാല്യൂ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് ടൈപ്പ് കൊളീഷൻ ആണ് അല്ലേ. ഈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, v2 - v1 / u1 - u2. ഇത് നമ്മൾ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ / വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ് അല്ലേ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ v2 - v1 അല്ലേ. ഇതൊക്കെ v ആട്ടോ, u അല്ല. v2 - v1 v2 - v1 / u1 - u2. ഇതെന്താണ്, വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. ഇതാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്.
കൊളിഷന് മുമ്പുള്ളവരെ ആണ് കൊളിഷൻ ഓഫ് അപ്രോച്ച്, കൊളിഷന് ശേഷം വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. ഈ ഇന്റെ വാല്യൂ നമുക്ക് 0 മുതൽ 1 വരെ വരുള്ളൂ. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ യൂണിറ്റും ഡയമെൻഷനും ഒന്നുമില്ല, അയാളെ വാല്യൂ ലൈസ് ഫ്രം 0 to 1. ഇലാസ്റ്റിക് കൊളിഷൻ എപ്പോഴും ഈ 1 കിട്ടും. ഇലാസ്റ്റിക് കൊളിഷൻ ഇത് രണ്ടും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 1 കിട്ടിയാൽ എന്താണ് കൊളിഷൻ? ഇലാസ്റ്റിക് കൊളിഷൻ. 0 കിട്ടിയാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. 0 കിട്ടിയാൽ, കാരണം 0 കിട്ടിയാൽ ഇത് ഉണ്ടാവില്ല, V2 അതിന് 2 വെലോസിറ്റി ഇല്ല, അപ്പോൾ 0 ആവും. അപ്പോൾ ഈ 0 കിട്ടിയാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇനി ഇന്റെ വാല്യൂ 0-നെക്കാട്ടും വലുതും 1-നെക്കാളും കുറവും വന്നാൽ ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 1 വന്നാൽ ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമ്മൾ ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഈ ബുള്ളറ്റ് ബ്ലോക്കിന്റെ വേറൊരു ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ ആ ഡിസ്കഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ സാധാരണ ബുള്ളറ്റ് ബ്ലോക്ക് സിസ്റ്റം, അപ്പോൾ എന്താണ് ബുള്ളറ്റ് ബ്ലോക്ക് സിസ്റ്റം? ഇപ്പോൾ എന്ത് വിചാരിക്കുക, ഇതേപോലത്തെ ഒരു പെൻഡുലം പോലത്തെ ഒരു സംഭവത്തിൽ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ L ലെങ്ത് ഉള്ള ഒരു പെൻഡുലം ഉണ്ട് എന്ന് വിചാരിക്കുക. ആ പെൻഡുലത്തിന്റെ പെൻഡുലല്ല, അതിന്റെ എൻഡിൽ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു സ്ട്രിങ് ഉപയോഗിച്ചൊരു ബ്ലോക്ക് M ഉണ്ട്. ആ എമ്മിലേക്ക് എന്ത് ചെയ്യാൻ? M ഇനീഷ്യലി റെസ്റ്റ് ആണ്. എടാ M ഇനീഷ്യലി എന്താണ്? ഇനീഷ്യലി ഇയാൾ റെസ്റ്റ് ആയിരിക്കും, ശരിയല്ലേ? ഇനീഷ്യലി ഇയാൾ റെസ്റ്റ് ആയിരിക്കും. അതിലേക്ക് ഒരു ബുള്ളറ്റ് ഇങ്ങനെ വരികയാണ്, അതിലേക്ക് ഒരു ബുള്ളറ്റ് വരും. അപ്പോൾ ബുള്ളറ്റിന് ഒരു മൊമെന്റ് ഉണ്ടാവും അല്ലേ. ആ ബുള്ളറ്റ് ഇവിടെ സ്ട്രൈക്ക് ചെയ്തിട്ട് രണ്ടാളും കൂടി കുറച്ച് h ഹൈറ്റ് മുകളിലോട്ട് പോയി. ക്ലിയർ? രണ്ടാളും കൂടി, ഇത് സ്മോൾ ലെറ്റർ M, ഇത് ക്യാപിറ്റൽ ലെറ്റർ M. ക്ലിയർ? അപ്പോൾ ഒരു എന്താണ്, ഒരു നൂല് അല്ലെങ്കിൽ ത്രെഡിന്റെ എൻഡിൽ ഒരു ബ്ലോക്ക് ഓഫ് മാസ് ഉണ്ട്. അത് ഇനീഷ്യലി എന്താണ്? ഇനീഷ്യലി അയാൾ റെസ്റ്റ് ആണ്. അതിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു ബുള്ളറ്റ്, ആ ബുള്ളറ്റിന്റെ മാസിന്റെ M വെലോസിറ്റി U, അത് പോയിട്ട് അവിടെ പോയി ഇടിച്ചിട്ട് രണ്ടാളും കൂടി ഒന്നായതിനു ശേഷം ഇയാൾ h ഹൈറ്റ് മുകളിലോട്ട് പോയി വിചാരിക്കും. കാരണം ബുള്ളറ്റിന്റെ ഫോഴ്സ് കാരണം, സ്പീഡ് കാരണം ഇയാൾ കുറച്ച് ഇങ്ങോട്ട് പോലെ. അപ്പോൾ ആ ബ്ലോക്ക് ഇയാളും കൂടി കുറച്ച് ഹൈറ്റ്, h ഹൈറ്റ് മുകളിലോട്ട് പോയി. ക്ലിയർ? അപ്പോൾ ഈ ചിത്രത്തിൽ കാണിക്കുന്ന ഈ h ഹൈറ്റ് എന്താണ്? ഇവിടുന്ന് ഇയാൾ ഇവിടെ എത്താനെടുത്ത ഹൈറ്റ്, h ഹൈറ്റ് മുകളിലോട്ട് പോയി. ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എന്തായാലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. ഏത് ടൈപ്പ് കൊളിഷൻ ആണെങ്കിലും മൊമെന്റം എന്താണ്? കൺസേർവ്ഡ്. മൊമെന്റം കൺസേർവ്ഡ് ആയി എന്ത് സംഭവിക്കും? ഇയാളെ മൊമെന്റം mu, ഇയാൾക്ക് മൊമെന്റം ഇല്ല, റെസ്റ്റ് ആണ്. അപ്പോൾ mu + 0 ഈക്വൽ ടു, കൊളിഷന് ശേഷം രണ്ടാളും കൂടെ ഒന്നായി m + m v. എന്നിട്ട് ഇയാൾ ഒരു v വെലോസിറ്റിയിലാണ് അങ്ങോട്ട് മൂവ് ചെയ്യുക അല്ലെ. കൊളിഷന് ശേഷം ഇയാൾ v വെലോസിറ്റിയിലാണ് അങ്ങോട്ട് മൂവ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ എന്താ സംഭവിക്കുക? മൊമെന്റം കൺസേർവ്ഡ്. അപ്പോൾ ഇയാളെ മൊമെന്റം mu, ഇയാളത് 0. അപ്പോൾ mu + 0 ഈക്വൽ ടു രണ്ടും കൂടി ചേർന്നിട്ട് m + m ഇൻറ്റു v, m + m ഇൻറ്റു v. ക്ലിയർ? അപ്പോൾ മൊമെന്റം കൺസേർവ്ഡിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ ആദ്യം എഴുതേണ്ടത്. പിന്നെ അടുത്തത് ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. നമുക്ക് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല എന്നുള്ളൂ, കൈനറ്റിക് എനർജി വേറെ ഫോമിലേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ ഇടിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? ഇയാളൊരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങൂലേ. അപ്പോൾ ഇയാളെ കൈനറ്റിക് എനർജി എത്രയാണ്? ½ m + m ഇൻറ്റു v² അല്ലേ. അപ്പോൾ ഇയാൾ മൂവ് ചെയ്യാണ്, കാരണം ബ്ലോക്ക് ഇയാൾ അകത്തെത്തി. അപ്പോൾ ഇവിടെ എന്താണ് അപ്ലൈ? ഇവിടെ ഞാൻ ടോട്ടൽ എനർജി അപ്ലൈ ചെയ്യുന്ന ഈ 2 പോയിന്റിൽ ഇവിടെ വരുന്നില്ല, ഇടിച്ചതിന് ശേഷം. അപ്പോൾ എന്താ സംഭവിക്കുക? ½ m + m ഇൻറ്റു v² ഈക്വൽ ടു ഇയാൾ ഇപ്പോൾ h ഹൈറ്റിലേക്ക് പോയി, അപ്പോൾ m + m ഇൻറ്റു gh. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് 2 ഇക്വേഷൻസ് കണക്ട് ചെയ്തിട്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ ടൈപ്പ് അല്ല. ബ്ലോക്ക് ഒരു ഹൈറ്റിലേക്ക് പോകും, ബുള്ളറ്റ് വീണ്ടും പുറത്തേക്ക് പോകും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ ഡിസ്കഷനിൽ വരുന്നുണ്ട്. ഈ ബുള്ളറ്റ് ഇവിടെ വരും, പക്ഷേ ഇടിച്ചിട്ട് എന്ത് ചെയ്യും? ബുള്ളറ്റ് വീണ്ടും പുറത്തേക്ക് വരും വേറൊരു വെലോസിറ്റി. അപ്പോൾ അത് കുറച്ചും കൂടി ലെങ്ത് ചെയ്യണം, നമ്മൾ ആ സമയത്ത് പറയാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ ഇടിച്ചതിന് ശേഷം ബുള്ളറ്റും ബ്ലോക്കും കൂടി ഒരു ഹൈറ്റിലേക്ക് പോയാൽ ആദ്യം കൺസർവേഷൻ ഓഫ് മൊമെന്റം mu + 0 ഈക്വൽ ടു m + m ഇൻറ്റു v. ഇനി ഇവിടെയും ടോട്ടൽ എനർജി അപ്ലൈ ചെയ്യുക. ഇവിടെ ½ m + m ഇൻറ്റു v², കാരണം ഇയാൾ ഇടിച്ചതിന് ശേഷം ഒരു കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യും, എന്നിട്ട് അത് h ഹൈറ്റിൽ പോയിട്ട് നിൽക്കും. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ½ m + m ഇൻറ്റു v² ഈക്വൽ ടു m + m ഇൻറ്റു gh. ക്ലിയർ ആണോ? ഇനി അടുത്ത ശ്രദ്ധിക്കുക, അതൊരു തിയററ്റിക്കലി വരുന്ന ഒന്ന്, തിയററ്റിക്കലല്ല മാത്തമാറ്റിക്കൽ ഫോംസ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പഠിക്കുക, കാരണം ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് എഴുതുക എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്ത് പറയുന്നത്? സ്പെഷ്യൽ പോയിന്റ്സ് ആണ്. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h അല്ലേ. ഇപ്പോൾ ഒരു ബോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാനിരിക്കുക. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. ഇൻ ഈച്ച് കൊളിഷൻ ഇറ്റ് സ്പീഡ് ബിക്കം e ടൈംസ് ഓൺ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട്. ഇപ്പോൾ സ്പീഡ് e ടൈംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല. ഈൻ്റെ മാക്സിമം വാല്യൂ 1 അല്ലേ, അതുകൊണ്ടാണ് അവർ e വെച്ച് പറയുന്നത്. കാരണം ഈൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1. അപ്പോൾ എന്തായാലും ഇതൊരു പെർഫെക്റ്റ്ലി അല്ലെങ്കിൽ ഇലാസ്റ്റിക് കൊളിഷൻ അല്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ആ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. ഇൻ ഈച്ച് കൊളിഷൻ ഇറ്റ് സ്പീഡ് ബിക്കം e ടൈംസ് ഓൺ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട് അല്ലേ. ഇപ്പോൾ
ഓരോ തവണ ഗ്രൗണ്ടിൽ വീഴുമ്പോൾ ആ സ്പീഡ് ഈ ടൈംസ് മാറി. ഈ ടൈംസ് മാറുന്നാൽ ഈൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഹൈറ്റ് കുറയുന്നുള്ള അർത്ഥമുള്ളൂ. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോൾ കാണാൻ. അപ്പോൾ ഒരുപാട് തവണ, ഇപ്പോൾ 100 50 തവണ അത് റീബൗണ്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോൾ കാണാൻ. ക്ലിയർ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. ഇൻ ഈച്ച് കൊളീഷൻ ഇറ്റ് സ്പീഡ് ബിക്കം e ടൈംസ്. ദാറ്റ് മീൻസ് കുറഞ്ഞു എന്നുള്ള അർത്ഥമുള്ളൂ. സ്പീഡ് ഇങ്ങനെ എന്ത് ചെയ്യും? ഇപ്പം ഇതാണ് ബോൾ ഇട്ടെങ്കിൽ ഇങ്ങനെ പോയി, പിന്നെ കുറഞ്ഞ് അവസാനം അയാൾ എന്താവും? റെസ്റ്റ് ആവും അല്ലേ? ഇത്ര ഹൈറ്റ് പോയ ആൾ അടുത്ത ഹൈറ്റ് ഇത്ര പോവും, അടുത്ത ഹൈറ്റ് ഇത്ര പോവും, ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ? അങ്ങനെ അവസാനം ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല h × 1 + e² / 1 - e² ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഈ ടൈംസ് ആണ് ഇത് മാറിയത്. അപ്പോൾ ഈ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര ഡിസ്റ്റൻസ് ഇയാൾ ട്രാവൽ ചെയ്തെന്ന് കാണാൻ പറ്റും. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് അല്ല. കാരണം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് നോക്കാൻ പറ്റില്ല, ഇനീഷ്യൽ ഫൈനലും അല്ല. ഡിസ്റ്റൻസ് ആണ് ഇങ്ങോട്ട് പോയി ഇതൊക്കെ നോക്കണം. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോൾ കാണാൻ h × 1 + e² / 1 - e² ഉപയോഗിക്കാം. ക്ലിയർ? അടുത്തത് ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് റീബൗണ്ടിങ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഫോർമുല കിട്ടി. എന്താണ്? h × 1 + e² / 1 - e². അടുത്ത എന്താണ്? ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് റീബൗണ്ടിങ്. ഇത് അവസാനം സ്റ്റോപ്പ് ആവണം. ഈ ബോൾ ഇട്ട് ഈ ഹൈറ്റ് പോയി ഹൈറ്റ് കുറഞ്ഞു അവസാനം അയാൾ എന്താവും? സ്റ്റോപ്പ് ആവാൻ അതിനെടുത്ത സമയം. ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് റീബൗണ്ടിങ് √2h/g × 1 + e / 1 - e ആണ്. അപ്പോൾ ഫോർമുലയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് റീബൗണ്ടിങ് ചോദിച്ചാൽ √2h/g × 1 + e / 1 - e. ഇത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിന് എത്ര സമയം എടുക്കുന്നത് സ്റ്റോപ്പ് ആവാൻ. ക്ലിയർ? ഇനി അടുത്ത കേസ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ബോൾ ഞാൻ ഇവിടുന്ന് ഇടുമ്പോൾ എപ്പോഴും u0 ആയിരിക്കും നമ്മൾ എടുക്കുക. ഈ ഹൈറ്റ് h, അപ്പോൾ ആ വെലോസിറ്റി √2gh ആവും. നമ്മൾ പഠിച്ചില്ലേ 1 ഡയമെൻഷനിൽ? 1 ഡയമെൻഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? h ഹൈറ്റ് നിട്ട് കഴിഞ്ഞാൽ വെലോസിറ്റി √2gh അല്ലേ? അപ്പോൾ ആദ്യത്തെ കേസ് ഞാൻ h ഹൈറ്റ് നിട്ട് √2gh. അപ്പോൾ എന്ത് ചെയ്യും? ഇത് വീണ്ടും അത്ര ഹൈറ്റിൽ പോകില്ല, കാരണം നമുക്കറിയാം അതൊരു ഇലാസ്റ്റിക് കൊളീഷൻ അല്ല ഒന്നാമത്. അപ്പോൾ അത് കാരണം അത്ര ഹൈറ്റ് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അടുത്തത് h' ഹൈറ്റ് പോയി. അപ്പോൾ എന്താണ്? v' √2gh. ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ കേസിൽ എന്താണ്? h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു, അപ്പോൾ അയാളെ താഴെ പോയി വീഴുമ്പോഴുള്ള വെലോസിറ്റി v = √2gh. ക്ലിയർ? അപ്പോൾ അതിനുശേഷം അയാൾ h' ഹൈറ്റ് പിന്നെ പോവുള്ളൂ അല്ലെ? h' ഹൈറ്റ് പോയി, അപ്പോൾ എന്താണ്? √2gh അല്ലെ? അപ്പോൾ ആ സമയത്ത് വെലോസിറ്റി v' എന്താ വരിക? √2gh. പിന്നെ നമുക്കറിയാം v' എപ്പോഴും ആർക്ക് തുല്യമാണ്? e ടൈംസ് ആണ് നമ്മൾ പറഞ്ഞു. ഈച്ച് ടൈം സ്പീഡ് ബിക്കം e ടൈംസ് അല്ലേ? ഇൻ ഈച്ച് കൊളീഷൻ സ്പീഡ് ബിക്കം e ടൈംസ്. അതുകൊണ്ട് v' = ev. ഈന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും നമുക്കറിയാം അല്ലെ? ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പോൾ v' = ev. മനസ്സിലായോ? കാരണം ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നുണ്ട് ഈച്ച് ടൈം ദ സ്പീഡ് ബിക്കം e ടൈംസ് ആണ്. അപ്പോൾ v' ev. ഇനി v' വരെ എന്ത് വരും? √2gh × e × vക്ക് വരോ? √2gh. അത് സോൾവ് ചെയ്യുമ്പോൾ റൂട്ടൊക്കെ ഒഴിവാക്കിയാൽ h' എന്ത് കിട്ടും? e²h. ഇതും എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ h' = e²h വരും. ക്ലിയർ ആണോ? അപ്പോൾ ഇതേ കോൺസെപ്റ്റിനെ അപ്ലൈ ചെയ്യുന്ന സ്പീഡ് ബിക്കം e ടൈംസ് ആയി. അപ്പോൾ v' = ev അല്ലെ? v' പകരം √2gh = e × √2gh. കോമൺ ടേംസ് സ്ക്വയർ ചെയ്യുക, അതിന് ശേഷം കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അവസാനം എന്ത് കിട്ടും? h' = e²h. h' = e²h. ക്ലിയർ അല്ലേ? ഇതിൽ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു സ്റ്റെപ്പിൽ ഈ ബോൾ ഇങ്ങനെ റീബൗണ്ട് ചെയ്യാന്നിരിക്കും. നമ്മൾ അതിലൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പോൾ 100 200 സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് d ആണെന്ന് വിചാരിക്കുക. ഓരോ സ്റ്റെപ്പുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? d. ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട് വിചാരിക്കുക. ഓരോ സ്റ്റെപ്പുകൾക്കിടയിലുള്ള വിഡ്ത്ത് d ആണ്. അതിലൊരു ബോൾ ഇവിടെ അടിച്ചു, പിന്നെ ഇങ്ങനെ പോയി വീണു, ഓരോ സ്റ്റെപ്പിൽ ഇടിച്ച് റീബൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഇതേപോലത്തെ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിൽ വീണ്ടും ഇങ്ങനെ റീബൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് d. h ഹൈറ്റിലാണ് അവർ ബൗൺസ് ചെയ്തത്. അപ്പോൾ h-ഉം d-യും ഒക്കെ തമ്മിലുള്ള റിലേഷൻ കാണാൻ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. h = d / 1 - e². h = d / 1 - e². ക്ലിയർ ആണോ? h = d / 1. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ റീബൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് ആ സ്റ്റെപ്പിന്റെ ലെങ്ത് ആണ് d, റീബൗണ്ട് ചെയ്ത ഹൈറ്റ് ആണ് h. അപ്പോൾ അവർ തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് h = d / 1 - e². ക്ലിയർ ആണോ? ഇത്രയാണ് കൊളീഷനിൽ വരുന്ന തിയറി. ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക, നമ്മുടെ കൊളീഷനായി എന്ന് പറഞ്ഞത് നമുക്ക് കൊളീഷൻ്റെ ഒരു 3 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ബോംബ് ഓഫ് മാസ് 60 kg അറ്റ് റെസ്റ്റ്.
അപ്പോൾ നിങ്ങൾ അതിലൊരു ബോംബ് ഉണ്ട്, ഇതാണ് ഒരു ബോംബ് എന്ന് വിചാരിക്കുക. ആ ബോംബ് എത്രയാണ്? 16 കിലോഗ്രാം. ഇനീഷ്യലി എന്താണ്? റെസ്റ്റ് ആണ്. എ ബോംബ് ഓഫ് മാസ് 60 കിലോഗ്രാം അറ്റ് റെസ്റ്റ് എക്സ്പ്ലോഡ്സ് ഇൻ ടു 2 പീസസ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? എക്സ്പ്ലോഡ് ഇൻ ടു 2 പീസസ് ഓഫ് മാസ് 4 കിലോഗ്രാം ആൻഡ് 12 കിലോഗ്രാം. അപ്പോൾ ഒന്ന് 4 കിലോഗ്രാം, ഒന്നെന്താണ്? 12 കിലോഗ്രാം. ക്ലിയർ അല്ലേ? വെലോസിറ്റി ഓഫ് 12 കിലോഗ്രാം മാസ്. ഈ 12 കിലോഗ്രാം മാസിന്റെ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് അതർ മാസ്. ഇയാളെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എ ബോംബ് ഓഫ് മാസ് 60 കിലോഗ്രാം റെസ്റ്റ് എക്സ്പ്ലോഡ് ചെയ്തു അല്ലേ? 16 കിലോഗ്രാം ഉള്ള ബോംബ് എക്സ്പ്ലോഡ് ചെയ്തിട്ട് 4ഉം 12ഉം ആയി. 4 കിലോഗ്രാം 12 കിലോഗ്രാം. അതിൽ ഈ 12 കിലോഗ്രാമിന്റെ മാസ് എത്രയാണ്? 12 കിലോഗ്രാമിന്റെ സ്പീഡ് എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് അതർ മാസ് അല്ലേ? അപ്പോൾ എന്തായാലും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഏതാ കൊളിഷൻ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ സാധാരണ നമുക്ക് ഏതേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കൂലേ? ആ മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റ് എത്രയാണ്? 0 ആണ്. ഇനീഷ്യൽ മൊമെന്റം 0 അല്ലേ? അപ്പോൾ ഫൈനൽ മൊമെന്റ് എന്ത് കിട്ടണം? ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാലല്ലേ 0 കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 4 കിലോഗ്രാം ഇങ്ങോട്ടും മൂവ് ചെയ്യണം, 12 ഇങ്ങോട്ടും. അപ്പോഴല്ലേ മൊമെന്റം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ട് ക്യാൻസൽ ആവുള്ളൂ. ഇനീഷ്യൽ മൊമെന്റം 0 അല്ലേ? അതിൽ സംശയമുണ്ടോ? കാരണം ഇയാൾ റെസ്റ്റ് ആണ്. ഇനീഷ്യൽ മൊമെന്റം 0 ആയാൽ ഫൈനൽ മൊമെന്റം 0 കിട്ടണ്ടേ? ആ ഫൈനൽ മൊമെന്റം 0 കിട്ടണമെങ്കിൽ വരെ എന്ത് ചെയ്യണം? ഒരേ ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ആണോ? ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട്, അടുത്ത ആൾ അവിടുന്ന് ഇങ്ങോട്ട്. അപ്പോഴല്ലേ ഇവർ ഇടിച്ചിട്ട് നെറ്റ് 0 ആവുക. അപ്പോഴല്ലേ ഇനീഷ്യൽ മൊമെന്റം 0 ആണെങ്കിൽ ഫൈനൽ മൊമെന്റം 0 ആവുക. അപ്പോൾ എന്താണ് ഫോർമുല? m1 v1 മൈനസ് m2 v2. ശരിയല്ലേ? മനസ്സിലായോ? ഇനീഷ്യൽ മൊമെന്റം 0, ഇയാൾ റെസ്റ്റ് ആയതുകൊണ്ട്. ഫൈനൽ മൊമെന്റ് എന്തുകൊണ്ടാണ്? ഇയാൾ ഇങ്ങോട്ട് v1 സ്പീഡിൽ മൂവ് ചെയ്താൽ അയാൾ അവിടുന്ന് ഇങ്ങോട്ട് v2 സ്പീഡിൽ മൂവ് ചെയ്യണം. ക്ലിയർ? അപ്പോഴാണ് മൊമെന്റം കൺസേർവ്ഡ് ആവുക. മൊമെന്റം കൺസേർവ്ഡ് ആവുക മീൻസ് ഇനീഷ്യൽ മൊമെന്റം 0 ആണെങ്കിൽ ഫൈനൽ മൊമെന്റം 0 കിട്ടണം. കാരണം ഇതും കൂടി കുറച്ചാൽ ആൻസർ 0 കിട്ടും. ക്ലിയർ ആണോ? അപ്പോഴാണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിൽ വെക്കരുത്. ഒരേ ഡയറക്ഷനിൽ വെച്ചാൽ എന്താ പ്രശ്നം? പ്ലസ് വരും. പ്ലസ് വന്നാൽ എന്താ പ്രശ്നം? ഇനീഷ്യൽ 0 ആയാൽ ഫൈനൽ 0 കിട്ടുമോ? ഇല്ല. ഇനീഷ്യൽ 0 ആയാൽ ഫൈനൽ 0 ആവണം. അപ്പോൾ ഒരു എക്സ്പ്ലോഡ് ഇങ്ങോട്ട് പോയെങ്കിൽ ഒരു എക്സ്പ്ലോഡ് ഇങ്ങോട്ട് പോകണം. ഒരാൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് പോകണം. ക്ലിയർ? ഇനി ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 0 ഈക്വൽ ടു എത്രയാണ്? m1 4 ഇൻറ്റു അയാളെ വെലോസിറ്റി തന്നിട്ടില്ല അല്ലേ? അപ്പോൾ അത് v1 ഈക്വൽ ടു അല്ല, നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇയാളെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും, ഈ m2 v2 ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? m2 v2 ഇസ് ഈക്വൽ ടു m1 v1. ശരിയല്ലേ? കൺസേർവ്ഡ് ആണ് മൊമെന്റം. മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഇനി m2 എത്രയാണ്? m2 എന്ന രണ്ടാമത്തെ ആള് 12 ഇൻറ്റു അയാളെ വെലോസിറ്റി എത്രയാണ്? 4 ഈക്വൽ ടു ആദ്യത്തെ ആൾ എത്രയാണ്? 4 ഇൻറ്റു v1 അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് v1 കണ്ടുപിടിച്ചൂടെ? ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പോൾ എത്ര കിട്ടും? v1 12 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. മനസ്സിലായോ? v1 12 മീറ്റർ പെർ സെക്കൻഡ്. അയാളെ കൈനറ്റിക് എനർജി അല്ലേ കാണാൻ പറ്റുള്ളത്? അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ. അപ്പോൾ ഹാഫ് ഇൻറ്റു m1 എത്രയാണ്? 4 ഇൻറ്റു v1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മൊമെന്റ് എന്താണ്? ഇനീഷ്യൽ മൊമെന്റ് 0 ആയാൽ ഫൈനലും 0 ആണ്. അപ്പോൾ ഡയറക്ഷൻ കൂടി നോക്കണം. കാരണം അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നാലേ 0 ഉള്ളൂ. എന്നിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ശ്രദ്ധിക്കുക. അടുത്തൊരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഈ m എന്ന് പറഞ്ഞൊരു 1 2 എന്ന് പറഞ്ഞ 2 ബോഡീസ് ഉണ്ട്. 1 മൂവ് ചെയ്യുന്നത് v വെലോസിറ്റിയിൽ, 2 മൂവ് ചെയ്യുന്നത് റെസ്റ്റ് ആണ്. 2 റെസ്റ്റ് ആണ്. പക്ഷെ രണ്ടാളെ മാസ് സെയിം ആണ്. ഇയാളും m ഇയാളും m. പക്ഷെ കൊളിഷന് ശേഷം ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സിൽ ട്രാവൽ ചെയ്യുന്ന ഇയാൾ വൈയിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? വൈയിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് സെക്കൻഡ് മാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് സെക്കൻഡ് മാസ്. ഇത് ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് സെക്കൻഡ് മാസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് സെക്കൻഡ് മാസ് ആണ്. ഫൈൻഡ് സ്പീഡ് ഓഫ് സെക്കൻഡ് മാസ്. അപ്പോൾ എന്തായാലും ഇനീഷ്യലി എന്താണ്? നമുക്ക് എന്തായാലും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കൂലേ? ഏത് കൊളിഷൻ ആണെങ്കിലും ആര് കൺസേർവ്ഡ് ആയിരിക്കും? മൊമെന്റം കൺസേർവ്ഡ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിപ്പോൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക? ഇനീഷ്യൽ മൊമെന്റം ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം അല്ലെ? ഇനീഷ്യൽ മൊമെന്റം ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ക്ലിയർ? അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡിന്റെ സ്പീഡേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? സെക്കൻഡിന്റെ സ്പീഡ്. അപ്പോൾ സെക്കൻഡ് എന്തായാലും എന്താണ്? ആദ്യത്തെ ആൾ മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. ക്ലിയർ? പിന്നെ ഇയാൾ റെസ്റ്റ് ആണ്. പിന്നെ കൊളീഷന് ശേഷം ഇയാൾ അങ്ങോട്ട് പോയി അല്ലെ? ഇയാൾ അങ്ങോട്ട് പോയെങ്കിൽ അടുത്ത ആളത് എങ്ങോട്ടാന്ന് നമുക്കറിയില്ല.
അല്ലെ? അടുത്ത ആളത് എങ്ങോട്ടാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അടുത്ത ഒബ്ജക്റ്റ് ആരാണ്? 2. ആ 2 എന്ത് ചെയ്യുക? എങ്ങോട്ടാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അത് കാരണം ഞാൻ വി ഡാഷ് എടുത്തു. എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും, ശരിയല്ലേ? ഓപ്പോസിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക? ഇനീഷ്യൽ മൊമെന്റ് 0 അല്ല. ഇനീഷ്യൽ മൊമെന്റ് 0 ആണെങ്കിലാണ് എന്ത് ചെയ്യുക? മറ്റാൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുക, അല്ലെ? ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇയാളെ ഇനീഷ്യൽ മൊമെന്റം 0 എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ മൊമെന്റ് എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ 0 കിട്ടിയാൽ ഫൈനൽ മൊമെന്റും 0 ആവും. അപ്പോൾ 1 മുകളിലോട്ട് ഉണ്ടെങ്കിൽ 2 താഴേക്ക് പോകും. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആവും. അപ്പോൾ ഇനീഷ്യൽ 0 ആണെങ്കിൽ ഫൈനലും 0 ആവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇനീഷ്യൽ 0 അല്ല. നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുക? ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ എന്താണ്? ഫൈനൽ മൊമെന്റം. അപ്പോൾ എന്താ വരിക? എം വി, അല്ലേ? എം വി ഇത് ഐ ക്യാപ്പ് വരും, അല്ലെ? കാരണം അത് എക്സ് ആക്സിലായ കാരണം ഡയറക്ഷൻ നോക്കി. എം വി ഐ ക്യാപ്പ് പ്ലസ് 0, കാരണം രണ്ടാമത്തെ ആൾ റെസ്റ്റിലാണ്. ഓക്കെ, ഇനി അടുത്ത എന്ത് വരും? കൊളിഷന് ശേഷം എം ഇൻറ്റു വി റൂട്ട് 3. എം ഇൻറ്റു വി റൂട്ട് 3 ഇത് ജെ ക്യാപ്പാണ്, അല്ലേ? ഇത് ജെ ക്യാപ്പാണ്. ക്ലിയർ? പ്ലസ് ആരും കൂടി വരും? അടുത്ത ആളെ മാസ് എം വി ഡാഷ്. ഇങ്ങനെയല്ല എഴുതുക. ആ വി ഡാഷ് നമുക്ക് അറിയില്ല, ഐ ആണോ ജെ ആണോ ഇതിൻ്റെ ഇടയ്ക്കാണോ ഒന്നും അറിയില്ല. അപ്പം ഞാൻ വി ഡാഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്ലിയർ ആണോ കോൺസെപ്റ്റ് ചെയ്തത്? ഇവിടെ ജസ്റ്റ് ഞാൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതി. ഇയാളെ മൊമെന്റ് എത്രയാണ്? എം വി. അത് എം വി ഐ ക്യാപ്പ് എഴുതി. പ്ലസ് ഇയാൾ റെസ്റ്റ് ആയതുകൊണ്ട് 0 ഈക്വൽ ടു. ഇനി എന്ത് ചെയ്തു? ഇയാൾ മൂവ് ചെയ്യുന്നത് വൈ ആക്സിസിലാണ്, അല്ലേ? അപ്പൊ എന്ത് എഴുതു? എം ഇൻറ്റു വി റൂട്ട് 3 ജെ ക്യാപ്പ്. പിന്നെ അടുത്ത ആൾ നമുക്ക് അറിയില്ല. അടുത്ത ആൾ മാസം എന്തായാലും എം ആണെന്നറിയാം. വി ഡാഷ് ഏത് ഡയറക്ഷൻ ആണെന്ന് ഓർത്തുകൊണ്ട് വി ഡാഷ് എഴുതി. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? അവിടെ കോമൺ ആയിട്ട് എം വരുന്നില്ലേ? അപ്പോൾ എം എല്ലാത്തിനും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടി? വി ഐ ക്യാപ്പ് ഈക്വൽ ടു വി റൂട്ട് 3 ജെ ക്യാപ്പ് പ്ലസ് വി ഡാഷ് വരും, ശരിയല്ലേ? വി റൂട്ട് 3 ജെ ക്യാപ്പ് പ്ലസ് വി ഡാഷ് വരും. ക്ലിയർ? കാരണം ഇനീഷ്യൽ മൊമെന്റ് ഒരിക്കലും 0 അല്ല. ഇനീഷ്യൽ മൊമെന്റ് 0 ആയിരുന്നെങ്കിൽ അടുത്ത ആളെ നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് വരച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഫൈനൽ മൊമെന്റ് 0 ആയിരിക്കും. അപ്പോൾ അത് 0 ആണോ? അല്ല. അപ്പോൾ നമുക്ക് ആരെയും കണ്ടുപിടിക്കേണ്ടത്? വി ഡാഷ്. അപ്പോൾ വി ഡാഷ് സീക്കൽ എന്ത് വരും? വി ഡാഷ് സീക്കൽ ടു വി ഐ ക്യാപ്പ് മൈനസ് വി റൂട്ട് 3 ജെ ക്യാപ്പ് വരും. ക്ലിയർ അല്ലേ? വി ഡാഷ് സീക്കൽ ടു വി ഐ ക്യാപ്പ് മൈനസ് വി റൂട്ട് 3 ജെ ക്യാപ്പ് വരും, അല്ലേ? കാരണം ഇയാൾ അങ്ങോട്ട് എടുത്തു. നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഐയും ജെയും വന്നാൽ പെർപെൻഡിക്കുലർ. അപ്പോൾ റിസൾട്ടന്റ് എങ്ങനെയാണ്? റിസൾട്ടന്റ് ആണ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചാൽ മതി. റൂട്ട് ഓഫ് ഇത് എക്സും ഇത് വൈയും അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ഉപയോഗിച്ചാൽ മതി, ശരിയല്ലേ? രണ്ട് ഇത് എക്സ് കോമ്പണന്റ്, ഇത് വൈ കോമ്പണന്റ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് വി എക്സ് ആരാണ്? വി സ്ക്വയർ പ്ലസ് മൈനസ് വി റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എത്ര വരിക? 3v വരും, ശരിയാണോ? 3v സ്ക്വയർ വരും. ക്ലിയർ ആണോ? അപ്പോൾ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ. അപ്പോൾ റൂട്ട് ഓഫ് ഇയാളെ സ്ക്വയർ വി എക്സ് സ്ക്വയർ പ്ലസ് അപ്പോൾ വി സ്ക്വയർ പ്ലസ് 3v സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എത്ര കിട്ടുക? അപ്പോൾ എത്ര ആൻസർ കിട്ടുക? വി സ്ക്വയർ പ്ലസ് 3v സ്ക്വയർ കിട്ടും, അല്ലേ? അപ്പോൾ അത് 4v സ്ക്വയർ വരും, അല്ലേ? സോ ഇത് 4 റൂട്ട് ഓഫ് 4v സ്ക്വയർ വരും, അല്ലേ? അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 2v ആണ് ആൻസർ കിട്ടുക. വി ഡാഷ് ഇസ് ഈക്വൽ ടു 2v. വി ഡാഷ് ഇസ് ഈക്വൽ ടു 2v കിട്ടും, ശരിയാണോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്ത ക്വസ്റ്റ്യൻ ഇത് v ബൈ റൂട്ട് 3 ആണ്. v ബൈ റൂട്ട് 3 ആണ്, അതുകൊണ്ടാണ് തെറ്റിയത്. ഓക്കെ, അപ്പോൾ ശരി, നമ്മൾ v റൂട്ട് 3 എടുത്തത്. ഓക്കെ, അവർ കൊടുത്ത ക്വസ്റ്റ്യനിൽ ഇതിന് v ബൈ റൂട്ട് 3 ആണ്. അപ്പോൾ അത് സംഭവം ക്ലിയർ ആണ്, കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. എടാ, അപ്പോൾ ഇനീഷ്യലി എന്താണ് മൊമെൻറ്റും ഫൈനൽ മൊമെൻറ്റും. പക്ഷേ ചില ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്ഷൻ നോക്കേണ്ടി വരും. ഇത് ഡയറക്ഷൻ നോക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് എക്സാക്ട് ഡയറക്ഷൻ അറിയില്ല, കാരണം മൊമെൻറ്റം വെക്ടറാണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം ഐ, മറ്റത് ജെ. അതിന് വി ഡാഷ് നമുക്ക് അറിയില്ല, അതുകൊണ്ട് വി ഡാഷ് ഐയും ജെയും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് വന്നാൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് വി റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക? വി സ്ക്വയർ 3v സ്ക്വയർ. അപ്പോൾ 2v കിട്ടും. അപ്പോൾ വി ഡാഷിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 2v. ക്ലിയർ അല്ലേ? അത് ആ ബുക്കിലെ ക്വസ്റ്റ്യനിൽ v ബൈ റൂട്ട് 3 ആണ്, അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ കിട്ടാത്തത്. ഓക്കെ, നിങ്ങൾ v ബൈ റൂട്ട് 3 ആക്കി ചെയ്ത് നോക്കുക. അവർ വേറൊരു ആൻസറാണ് കൊടുത്തിട്ടുള്ളത്, കാരണം ബുക്കിൽ അവർ v ബൈ റൂട്ട് 3 ആണ്, ഞാനത് അറിയാണ്ട v റൂട്ട് 3 ആണ് എടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ബോൾ p മൂവിങ് വിത്ത് എ സ്പീഡ്. അപ്പോൾ നിങ്ങളൊരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക p, അല്ലേ? എ ബോൾ p മൂവിങ് വിത്ത് എ സ്പീഡ് v. ഇയാൾ മൂവ് ചെയ്യുന്ന സ്പീഡ് v ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കൊളൈഡ് വിത്ത് അനദർ ഐഡന്റിക്കൽ ബോൾ q. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാളെ മാസ് m ആണെങ്കിൽ
ക്യൂവിൻ്റെ മാസ് എം തന്നെ, ശരിയല്ലേ? ഐഡൻറ്റിക്കലാണ്. എ ബോൾ പി മൂവിങ് വിത്ത് എ സ്പീഡ് വി കൊളൈഡ് വിത്ത് അനദർ ഐഡൻറ്റിക്കൽ ബോൾ ക്യൂ മൂവിങ് വിത്ത് 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ഓപ്പോസിറ്റ്, ഇതല്ല ഓപ്പോസിറ്റ്. ക്ലിയർ? ആഫ്റ്റർ കൊളീഷൻ എന്ത് സംഭവിച്ചു? പി കംസ് ടു റെസ്റ്റ്. ഈ തന്നിട്ട് 0.6 ഫൈൻ വി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതാണ് ബിഫോർ കൊളീഷൻ അല്ലേ? അപ്പോൾ എ ബോൾ പി മൂവിങ് വിത്ത് എ സ്പീഡ് വി കൊളൈഡ് വിത്ത് അനദർ ഐഡന്റിക്കൽ ബോൾ, ഐഡന്റിക്കൽ എന്ന മാസ് സെയിം, ക്യൂ മൂവിങ് 10 മീറ്റർ പെർ സെക്കൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 10 മീറ്റർ പെർ സെക്കൻഡ് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് വി ആണെങ്കിൽ ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടാണെങ്കിൽ അയാൾ ഇങ്ങോട്ട് അല്ലേ? പിന്നെ എന്ത് സംഭവിച്ചു? പി കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. എടാ കൊളീഷന് ശേഷം പി ആരായി? പി റെസ്റ്റ് ആയി. ക്ലിയർ? പി കംസ് ടു റെസ്റ്റ്. ക്ലിയർ? നമ്മളോട് ചോദിച്ചിട്ട് എന്താണ്? പി. അപ്പോൾ ഈ സംഭവമാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ എന്തായാലും ക്യൂവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ക്യൂ മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ക്യൂ മൂവ് ചെയ്യുന്നുണ്ടാവും. ആരെ റെസ്റ്റ് ആയിട്ടുള്ളൂ? പി എ റെസ്റ്റ് ആയിട്ടുള്ളൂ. പി കംസ് ടു റെസ്റ്റ്. അപ്പോൾ ക്യൂവിന് എന്ത് സംഭവിക്കും? ക്യൂവിൻ്റെ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ആ ക്യൂവിൻ്റെ വെലോസിറ്റി നമ്മൾ വി ഡാഷ് എടുത്തു. ക്യൂവിൻ്റെ വെലോസിറ്റി എന്തെടുത്തു? വി ഡാഷ് എടുത്തു. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ഇവിടെ എങ്ങനെയാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുക? ഇവിടെ ഇയാളെ മൊമെൻറ്റ് എന്താണ്? എം വി. എം വി ഇത് മൈനസ് വരും, കാരണം ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. മൈനസ് എം ഇൻറ്റു 10 അല്ലേ? മൈനസ് എം ഇൻറ്റു 10 ഈക്വൽ ടു എന്താണ്? 0 പ്ലസ് എം വി ഡാഷ്. കാരണം നമുക്ക് അറിയില്ല എങ്ങനെയാണ് 0 പ്ലസ് എം വി ഡാഷ്. അതിൽ ഏത് ഡയറക്ഷനാണ് ഒന്നും അറിയില്ല. അപ്പോൾ ഇത് 0 എന്ന് പറയുന്ന റെസ്റ്റ് ആയതുകൊണ്ട് എം വി ഡാഷ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ സംഭവിക്കുക? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എം വി ഇനീഷ്യൽ പോയിന്റ് രണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എം ഇൻറ്റു 10 ഇസിക്കൽ എം വി ഡാഷ്. ക്ലിയർ? അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എം ക്യാൻസൽ. അപ്പോൾ എന്ത് കിട്ടും? വി മൈനസ് 10 ഈക്വൽ ടു എന്ത് കിട്ടി? വി ഡാഷ് അല്ലേ? ആ വി ഡാഷ് ഇസിക്കൽ എന്ത് കിട്ടി? വി മൈനസ് 10 കിട്ടി. ക്ലിയർ? ഇത് ഇക്വേഷൻ 1 കൊടുക്കുക അല്ലേ? ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ ഫോമിൽ എന്താണ്? ഇ ഇസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡിങ് ബൈ U1 മൈനസ് U2 അല്ലേ? ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ ഫോമുല ഇ ഇസിക്കൽ V2 മൈനസ് V1 ഡിവൈഡിങ് ബൈ U1 മൈനസ് U2 അല്ലേ? V2 എത്രയാണ്? V2 എന്ന് പറഞ്ഞാൽ ഇതാണ് വി ഡാഷ് അല്ലേ? വി ഡാഷ് മൈനസ് V1 എത്രയാണ്? V1 എന്ന് പറഞ്ഞാൽ ഇത് റെസ്റ്റ് ആണ്, 0 കിട്ടി. ശരിയല്ലേ? കാരണം V2 മൈനസ് V1 ബൈ U1 മൈനസ് U2. V2 എന്ന് പറഞ്ഞാൽ ഇതാണ് V2. ഇതല്ല V2ന് തുല്യം. ഇതാണ് V2ന് തുല്യം. ഇതാണ് V1ന് തുല്യം. ഇതാണ് U1, ഇതാണ് U2. അങ്ങനെ നമ്മൾ സാധാരണ കൊളീഷൻ എടുക്കാറ്. അപ്പോൾ V2 മൈനസ് V1 എന്ന് പറഞ്ഞാൽ V ഡാഷ് മൈനസ് V1 0 ഡിവൈഡിങ് ബൈ U1 മൈനസ് U2. ആരാണ് U1? V മൈനസ് U2 ആരാണ്? U2 10. പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. മൈനസ് ഓഫ് മൈനസ് മൈനസ് 10 എടുക്കണം. ക്ലിയർ ആണോ? കാരണം കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഫോർമുലയാണ് V2 മൈനസ് V1 ബൈ U1 മൈനസ് U2. V2 V ഡാഷ്, V1 ആരാ? 0 ഡിവൈഡിങ് ബൈ V മൈനസ് മൈനസ് വരും, കാരണം ഇയാൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ? അപ്പോൾ അത് എത്ര വാല്യൂ? ഇത് 0.6 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 0.6 is equal to V dash dividing by V plus 10 വരും. V plus 10 വരും. ക്ലിയർ? പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V അല്ലേ? V ആണ് കണ്ടുപിടിക്കേണ്ടത്. V ഡാഷ് വരെ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് കിട്ടി V ഡാഷ് V മൈനസ് 10 ആണ് കിട്ടി. അപ്പോൾ എന്താ കിട്ടുക? 0.6 is equal to V ഡാഷിന് പകരം ഈ വാല്യൂ കൊടുക്കുക, V മൈനസ് 10 ഡിവൈഡിങ് ബൈ V പ്ലസ് 10. ക്ലിയർ? അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.6V പ്ലസ് 6 ഈക്വൽ ടു V മൈനസ് 10 അല്ലേ? കാരണം V ഡാഷ് അല്ല കണ്ടത്, V ആണ് കണ്ടപ്പോൾ V മൈനസ് 10 എടുത്തു V ഡാഷിന് പകരം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.6V പ്ലസ് 6 is equal to V മൈനസ് 10. അപ്പോൾ 6 പ്ലസ് 10 ഈക്വൽ ടു എന്ത് വരും? V മൈനസ് 0.6V. അപ്പോൾ 16 is equal to 0.4V എന്ന് V ഉണ്ടാ മതി. ക്ലിയർ? 16 by 0.160 by 4 വരും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കൊളിഷൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏകദേശം വർക്ക് പവർ എനർജിയിലെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ലെവൽ 2 വീഡിയോ കൃത്യമായിട്ട് കേൾക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്കിനും താഴെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത എക്സാമ്പിൾസ് ചെയ്യുക. ഓരോ ടോപ്പിക്ക് നമ്മൾ പറയുമ്പോൾ നോട്ട് കൃത്യമായിട്ട് എഴുതുക. അതിന് താഴെ ഈ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് ആ യൂണിറ്റ് ഏകദേശം നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആവും. അതിനുശേഷം നമ്മളെ ലെവൽ 2 ബുക്കിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്തത് നമ്മൾ ആ 2 ബുക്കിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് പക്കയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലെവൽ 2 വീഡിയോ കൃത്യമായിട്ട് കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഓരോ കോൺസെപ്റ്റിനും താഴെ എക്സാമ്പിൾസ് എഴുതുക, എന്നിട്ട് നന്നായിട്ട് വായിക്കുക. അപ്പോൾ യൂണിറ്റ് ക്ലിയർ ആവും, തിയറിയും ക്വസ്റ്റ്യൻസും ഒക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ എയിംസിൻ്റെയും നീറ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് പക്കയാവും. ഓക്കെ, താങ്ക് യു.